എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുർത്ഥ പാഠ, 4ാമത്തെ പാഠമാണ്. ക്ഷുധ ജ്ഞാനപ്രദായിനി, വിശപ്പ് അറിവിനെ നൽകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പാഠപ്രവേശക, ആദ്യം നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ആരോഗ്യ സംരക്ഷണത്തിനായി ഹിതസ്യ മിതസ്യ ച, ഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമുള്ളതും, മിതസ്യ അല്പവുമായ, മിതവുമായ, ച ഭോജ്യസ്യ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ആധാരമാക്കി പൂർവാസ്മിൻ പാഠേ, മുമ്പുള്ള പാഠത്തിൽ അല്ലെങ്കിൽ മുമ്പത്തെ പാഠത്തിൽ, വയം നാം, അപഠാമ കലു പഠിച്ചുവല്ലോ, ലോകേ ലോകത്തിൽ, സർവേഭ്യോ എല്ലാവർക്കും, ഹിതം മിതശ്ച ഹിതം ഇഷ്ടമുള്ളതും, മിതം അല്പവുമായ, ആഹാരം ഉപലബ്ധ ആഹാരം ലഭിക്കുവാൻ അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടോ, ഏകവാരമാഭി ഒരു നേരം പോലും, ഉദരപൂരണം എന്ന് പറഞ്ഞാൽ എന്താ? വയറ് നിറയ്ക്കാനായിട്ട്, കർത്തും സമർത്ഥാഹ കഴിയാത്ത, ബഹവഹ ജനാഹ ധാരാളം ജനങ്ങൾ, അസ്മാൻ നമുക്ക്, പരിതസ്തിഷ്ഠന്തി നമുക്ക് ചുറ്റുമുണ്ട്, പരിതസ്തിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ തേഷാം അവരുടെ, ആഹാരം കിട്ടാത്തവരുടെ, അതാണ് തേഷാം. ഭുഭുക്ഷാം വിശപ്പിനെ കുറിച്ച്, യോ അഭിജാനാതി ആരാണോ അറിയുന്നത്, സഹ അവൻ, ജീവനസാരം ജാനാതി ജീവിതത്തിൻ്റെ സാരം അർത്ഥം, ജാനാതി അറിയുന്നു, അതഹ ഉച്ചതി അതുകൊണ്ട് പറയുന്നു. എന്താ പറയുന്നേ നോക്കൂ. ശുദ്ധ പരക്ലേശ വിവേകജന്യ ജാനാതി യസ്തീവ്രധരാം ഭുഭുക്ഷാം സയേവ ചാത്മനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ എന്നാണ് പറയുന്നത്. എന്താണ് ശ്ലോകം? ക്ഷുധ പരക്ലേശ വിവേകജന്യ ജാനാതി യസ്തീവ്രതരാം ബുഭുക്ഷാം സ ഏവ ചാത്മനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ. അതിൻ്റെ അന്വയം നമുക്ക് നോക്കാം. എന്താ അന്വയം വരിക? യഹ യാതൊരുവനാണോ, പരക്ലേശ വിവേകജന്യ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ മനസ്സിലാക്കുകയും, തീവ്രമായ അതാണ് അതിനർത്ഥം. ബുഭുക്ഷാം വിശപ്പിനെ, ജാനാതി അറിയുകയും, ആത്മാനം തന്നെ പോലെ, ആത്മാനം ഇവ തന്നെ പോലെ, തം മറ്റുള്ളവരെ, തം തന്നെ മറ്റുള്ളവരെയും, അപരം അതാണ് മറ്റുള്ളവരെയും, ആത്മനം ഇവ തന്നെ പോലെ, ഇവ തം തന്നെ, അപരം മറ്റുള്ളവരെയും, പശ്യൻ കാണുകയും ചെയ്യുന്നത്, സ ഏവ സ ച മഹാൻ അവൻ തന്നെയാണ്, എന്ത്? മഹാൻ മഹാത്മാവും, വേദവിദാത്മദക്ഷഃ വേദജ്ഞാനിയുമായ, എന്ത്? യോഗി എന്ന് പറയുന്നത് ഒന്നുകൂടി നാം പറയാം, അന്വയവും അർത്ഥവും കൂടിയും പറയാം. എന്താണ്
യഹ യാതൊരുവനാണോ പരക്ലേശ വിവേകജന്യ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ മനസ്സിലാക്കുകയും തീവ്രതരമായ ബുഭുക്ഷാം വിശപ്പിനെ അറിയുകയും, ജാനാതി എന്ന് പറഞ്ഞാൽ അറിയുകയും, ആത്മനം തന്നെ പോലെ, ആത്മനം ഇവാനെടുക്കുക, തന്നെ പോലെ, തം തന്നെ, അപരം മറ്റുള്ളവരെയും, പശ്യൻ കാണുകയും ചെയ്യുന്നത്, സ ഏവാച അവൻ തന്നെയാണ്, മഹാൻ മഹാത്മാവും, വേദവിദാത്മാദക്ഷ വേദജ്ഞാനിയുമായ യോഗി എന്ന് പറയുന്നത്. ഇനി ആമുഖം ശ്രദ്ധിക്കൂ. ഗദ്യം പദ്യം ഇതി കാവ്യസാഹിത്യം പ്രമുഖതയാ ദ്വിവിധം ഭവതി. എന്താണ് ഗദ്യം പദ്യം ഇതി എന്ന് കാവ്യസാഹിത്യം പ്രമുഖതയാ പ്രധാനമായും ദ്വിവിധം ഭവതി രണ്ട് തരത്തിലുണ്ട്. തയോ മിശ്രണേന ഇവ കൂടിച്ചേർന്ന്, ഏതാണ് ഇവ? ഗദ്യവും പദ്യവും കൂടിച്ചേർന്ന് അപര മറ്റൊരു കാചിത് രചനാരീതി മറ്റൊരു രചനാരീതിയും കൂടി പ്രസിദ്ധാ ഭവതി പ്രസിദ്ധമാണ്. ചമ്പു കാവ്യം ഇതി നാംന ചമ്പു എന്നാകുന്നു അതിൻ്റെ പേര്. ഗദ്യപദ്യമയം കാവ്യം ചമ്പുഹു ഇത്യസ്തി ലക്ഷണം. എന്താണ് അതിൻ്റെ ലക്ഷണം? ഗദ്യപദ്യമയം കാവ്യം, ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യ രൂപത്തെയാണ് നമ്മൾ ചമ്പു എന്ന് പറയുന്നത്. അതാണ് ചമ്പു കാവ്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി പ്രസിദ്ധങ്ങളായ ചമ്പുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. രാമായണ ചമ്പു, ഭാരത ചമ്പു, നലചമ്പു, നിരനുനാസിക ചമ്പു, രാജസൂയ ചമ്പു, വിശ്വഗുണദർശ ചമ്പു ഇത്യാദീനി ചമ്പു കാവ്യാനി സംസ്കൃത സാഹിത്യ. അപ്പോൾ ഈ തുടങ്ങിയ ചമ്പു കാവ്യങ്ങൾ സംസ്കൃത സാഹിത്യത്തിലെ പ്രസിദ്ധങ്ങളാണ്. പക്ഷേ അസ്മിൻ ഈ ലോകത്ത്, അസ്മിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, സർവത്ര അനുഭൂയമാനം എല്ലായിടത്തും, സർവത്ര എല്ലായിടത്തും അനുഭൂയമാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഭുഭുക്ഷാം നാമ വിശപ്പ് എന്ന, സമസ്യാം അധികൃത്യ പ്രശ്നത്തെ അധികരിച്ചിട്ട്, വിരചിതം രചിക്കപ്പെട്ട, ചമ്പുകാവ്യ അംശം ചമ്പുകാവ്യത്തിൻ്റെ അംശം ഒരു ഭാഗം, അത്ര ഇവിടെ, പഠാമഹ പഠിക്കാം, ഭോമിത്രാണി അല്ലയോ കൂട്ടുകാരെ, പശ്യന്തു ഭോ സഹൃദയ പുരതോ ലസത്തത് ഗേഹം ശുശാന്തമതിനിർമ്മല മുക്തമാർഹം തത്രാങ്കനം പ്രവിശതി പെരുദന്തമാത്മാ ജാതം നിധായ തരുണീ സഹസാച കാചിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പശ്യന്തു എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥങ്ങളാണ് പറയുന്നത്. കണ്ടാലും, പുരതഹ മുന്നിൽ, ലസത് ശോഭിക്കുന്ന, ഗേഹം വീട്, സുശാന്തം വളരെ ശാന്തമായത്, നിർമ്മലം പരിശുദ്ധം, ഉത്തമം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അങ്കനം എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം, പ്രവിശതി പ്രവേശിക്കുന്നു, പ്രരുദന്തം പ്രരുദന്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ആത്മജാതം സ്വന്തം കുഞ്ഞിനെ, നിധായ എടുത്തിട്ട്, തരുണി യുവതി, സഹസ പെട്ടെന്ന്. അത് ചെയ്ത് നോക്കൂ. തത്ര അങ്കനെ, തത്രാങ്കനെ എന്നുള്ളതാണ് തത്ര അങ്കനെ. വിഗ്രഹം നോക്കൂ. ഉത്തമാർഹം, ഉത്തമഃ, അർഹഃ യസ്യ സഹ ഉത്തമാർഹഃ, തമ്മാണ് ഉത്തമാർഹം. പ്രരുദന്തം പ്രകർഷേണ രുദന്തം, ആത്മജാതം ആത്മനഃ ജാതഃ തം. ഇനി അതിൻ്റെ അന്വയം നമുക്ക് നോക്കാം. ഭോ സഹൃദയഃ പുരതഃ ലസത് സുശാന്തമതി നിർമ്മലം ഉത്തമാർഹം തത് ഗേഹം പശ്യതു കാചിത് തരുണി പ്രരുദന്തം ആത്മജാതം നിധായ സഹസ തത്രാങ്കനം പ്രവിശതി ച. എന്താണ് അതിൻ്റെ അർത്ഥം വരിക? അല്ലയോ സഹൃദയരെ, മുമ്പിൽ ശോഭിക്കുന്ന, പുരതഃ ലസത് ശോഭിക്കുന്ന, വളരെ ശാന്തവും വളരെ നിർമ്മലവും ഉത്തമവുമായ ആ വീട് കണ്ടാലും, പശ്യതു കണ്ടാലും, അപ്പോൾ പുരതഃ മുമ്പിൽ, ലസത് ശോഭിക്കുന്ന, സുശാന്തം അതിനിർമ്മലം വളരെ ശാന്തവും,
വളരെ നിർമ്മലവും ഉത്തമവുമായ തദ്ഗേഹം ആ വീട് പശ്യതു കണ്ടാലും കാചിത്തരുണി ഒരു യുവതി പ്രരുദന്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മജാതം സ്വന്തം കുഞ്ഞിനെ നിധായ എടുത്തിട്ട് സഹസ വളരെ വേഗം തത്രാങ്കനം ആ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് പറയാം. ഇനി വിശാലസ്യ തസ്യ ഭവനസ്യ വിശാലസ്യ എന്ന് വന്നാൽ വിശാലമായ തസ്യ ഭവനസ്യ ആ ഭവനത്തിൻ്റെ ആ വീടിൻ്റെ പ്രകോഷ്ഠെ മുറ്റത്ത് ഇതാനീം ഇപ്പോൾ യഹ യാതൊരാളും കോപി നാസ്തേവ അതാണ് യാതൊരാളും നാസ്തേവ തന്നെയില്ല തഥാപി അപ്രകാരമാണെങ്കിലും വികലിത കേശഭാഷ നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ് വികലിത കേശഭാഷ. എന്താണ്? അഴിഞ്ഞ മുടിക്കെട്ടോട് കൂടിയവളും കൃശാംഗി മെലിഞ്ഞവളുമായ സാം അവൾ പരിമ്ലാനമുഖി വാടിയ മുഖത്തോടുകൂടി ബുഭുക്ഷയ വിശന്നു രുദന്തം കരയുന്ന സ്വപുത്രകം സ്വന്തം കുഞ്ഞിനെ പക്ഷസ്ഥലെ ചേർത്ത് പിടിച്ചിട്ട് നിധായ വേഗത്തിൽ ചേർത്ത് പിടിച്ച് ജവേന എന്ന് പറഞ്ഞെന്താ വേഗം ചത്വരം മുറ്റത്തേക്ക് അല്ലെങ്കിൽ മുറ്റത്ത് പ്രാവശ്യത് എന്നാട്ടോ പ്രവേശിച്ചു. ഗൃഹം പരിതഃ വീടിന് ചുറ്റും നേത്രേ പ്രസാര്യ നോക്കിയിട്ട് നേത്രേ പ്രസാര്യ ഗൃഹാന്തരാലം സാകൂതം സംവീക്ഷ്യ അപ്പം വീടിന് ചുറ്റും എന്ത് ചെയ്യുന്നു? നോക്കിയിട്ട് ഗൃഹാന്തരാളം വീടിൻ്റെ ഉള്ളിലേക്ക് സാകൂതം കൗതുകത്തോടുകൂടി സംവീക്ഷ്യ നോക്കിയിട്ട് സാ അവൾ ഉച്ചൈ ഉറക്കെ അവതത് പ്രകാരം പറഞ്ഞു. ഒന്നും കൂടി പറയാം, ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഗൃഹം പരിതഃ എന്ത് ചെയ്തു? വീടിന് ചുറ്റും അവൾ നോക്കിയിട്ട്, അതാണ് നേത്ര പ്രസാര്യ എന്ന് പറയുന്നത്. ചുറ്റും നോക്കിയിട്ട് ഗൃഹം പരിതഃ ചുറ്റും വീടിന് ചുറ്റും നേത്ര പ്രസാര്യ നോക്കിയിട്ട് ഗൃഹാന്തരാളം എന്താണ്? വീടിന് ചുറ്റും വീടിൻ്റെ ഉള്ളിലേക്ക് സകൂതം കൗതുകത്തോടുകൂടി സംവീക്ഷ്യ നോക്കിയിട്ട് സ അവൾ ഉറക്കെ അവതത് പറഞ്ഞു. അപ്പം എന്താണ് പറഞ്ഞത്? മാതായച്ഛതു ഭോജ്യം മേ ക്ഷുധാരോദിതി പുത്രകഃ ബുഭുക്ഷ തസ്യ സംഹർത്തും മശക്യദേഹി ഭോജനം. യച്ഛതു നൽകിയാലും ഭോജ്യം ഭക്ഷണം ക്ഷുധ വിശപ്പ് കൊണ്ട് രോദിതി കരയുന്നു. ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ വിശപ്പ്, സംഹർത്തും ഇല്ലാതാക്കുവാൻ, ആ വിശപ്പ് ഇല്ലാതാക്കുവാൻ, അശക്യ ശക്തിയില്ലാത്തവൾ ദേഹി തന്നാലും. പദച്ഛേദം നോക്കാം നമുക്ക്. കോ അഭി കഹ അഭിയാണ്, നാസ്തേവ നഹ അസ്തി ഏവ, ഉച്ഛേരം അവമധ ഉച്ചൈരേവം അവതത് എന്നാട്ടോ. സോറി, ആദ്യം തെറ്റു പറഞ്ഞു. ഉച്ചൈരേവം അവതത് എന്നാണ്. അപ്പോൾ ഉച്ചൈഹി ഏവം അവതത്. മാതയച്ഛതു മാതഃ യച്ഛതു. വിഗ്രഹവാക്യം നോക്കാം നമുക്ക്. ഗൃഹാന്തരാളം ഗൃഹസ്യ അന്തരാളം സംവീക്ഷ്യ സമ്യക് വീക്ഷ്യ അശക്യ ശക്തും യോഗ്യ ശക്യ ന ശക്യ വികളിത കേശഭാഷ. എങ്ങനെയാണ് അത് പറയുക? കേശാനം ഭാഷ, അതൊന്ന് കൂട്ടം സമൂഹം എന്നാണ് ഭാഷ എന്ന് പറയുന്നത്. കേശഭാഷ വികളിത കേശഭാഷ യസ്യ സ, അങ്ങനെയാണ് പറയാം.
കൃശാംഗി കൃശനി കൃശാനി അംഗാനി യസ്യ സഹ. കൃശാംഗി എങ്ങനെയാ പറയാ? കൃശാനി അംഗാനി യസ്യാഹ സ. പരിമ്ലാനമുഖി പരിമ്ലാനം മുഖം യസ്യാഹ സ. ബുഭുക്ഷയ ഭോക്തും ഇച്ഛ ബുഭുക്ഷതയ. ഇത് എപ്പോഴും നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അന്യെ നോക്കാം. ഹേ മാത അല്ലയോ അമ്മേ, മേ ഭോജ്യം എനിക്ക് ഭക്ഷണം യച്ഛതു നൽകിയാലും, പുത്രകഃ എൻ്റെ പുത്രൻ ക്ഷുധാരോദിതി വിശന്ന് കരയുന്നു, തസ്യ ബുഭുക്ഷ അവൻ്റെ വിശപ്പ്, സംഹർത്തും ശമിപ്പിക്കുവാൻ, അശക്യ ഞാൻ അശക്തയാണ്, ഭോജനം ദേഹി ഭക്ഷണം നൽകിയാലും, ഭോജന അല്ലയോ ജനമേ, ഭോജനം ദേഹി ഭോജനം നൽകിയാലും, ഭോജനം ദേഹി ദേഹി എന്നാണ് പറയുന്നത്. ഭോജനം ദേഹി ദേഹി ഭോജനം നൽകിയാലും നൽകിയാലും എന്നാണ് പറയുന്നത്. ഗൃഹാംഗനാത് ഉദ്ഭൂതം ഹൃദയദ്രവകാരിണീം ദയനീയതാം യാചനാം ശ്രുത്വ. അത് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ഗൃഹാംഗനാത് വീട്ടുമുറ്റത്ത് നിന്ന്, ഉദ്ഭൂതാം കേട്ട, വീട്ടുമുറ്റത്ത് നിന്ന് കേട്ട, ഹൃദയദ്രവകാരിണി ഹൃദയത്തെ അലിയിപ്പിക്കുന്നതും, ദയനീയവുമായ, താം യാചന അവളുടെ യാചന, ശ്രുത്വ കേട്ടിട്ട്, ഷോഡശവർഷീയ 16 വയസ്സിൽ കുറഞ്ഞ പ്രായമുള്ള, എന്ന് വെച്ചാൽ 15 വയസ്സെന്ന് കൂട്ടാം, കാഞ്ചന ബാല ഒരു പെൺകുട്ടി, അന്തരാലാത് അകത്ത് നിന്ന്, ബഹിരാഗച്ചത് പുറത്തേക്ക് വന്നു, സാത്തു അവളാകട്ടെ. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. വാമഹസ്തേ ദുഗ്ധചക്ഷകം ദക്ഷിണഹസ്തേ പക്വമോജാബലം ധൃത്വാ ക്ഷിപ്രകുതൂകേന ആഗതാ കിമർത്ഥം സ വിലപതീതി ജ്ഞാതുമത്രാം ബഹിർദ്വാരേ അപ്രതിഷ്ഠാത് ബാല. വാമഹസ്തേ ഇടത് കൈയിൽ, ദുഗ്ധം പാല്, ചക്ഷകം പാത്രം, ദുഗ്ധചക്ഷകം പാൽപാത്രം എന്നർത്ഥം. ദക്ഷിണഹസ്തേ വലത് കൈയിൽ, പക്വം പാകം വന്ന നന്നായി പഴുത്താനുള്ള അർത്ഥം. മോചാബലം ഏത്തപ്പഴം, ധൃത്വ പിടിച്ചിട്ട്, ക്ഷിപ്രം വേഗത്തിൽ, കുതുകം ജിജ്ഞാസ വിലപതി കരയുന്നു, ജ്ഞാതും എന്ന് പറയുന്ന അറിയുവാൻ, ബഹിർദ്വാരെ പുറത്തേക്ക്. ഇപ്പൊ പദച്ഛേദം നോക്കാം. ബഹിരാഗച്ചത് ബഹിഹി ആഗച്ചത്, ബഹിദ്വാരെ അപ്രതിഷ്ഠത് ബാല, ബഹിഹി ദ്വാരെ അഭി അധിഷ്ഠത് ബാല. ഇനി വിഗ്രഹവാക്യം ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്, അതാണ് ഓരോ ശ്ലോകം കഴിയുമ്പോഴും പറയുന്നത്. ഹൃദയദ്രവകാരിണീം ഹൃദയം ദ്രവീകർത്തും ശീലം യസ്യാഹ സ താം ഷോഡശവർഷീയ ഷോഡശാത് ഉന്നം ഷോഡശം തദേവ വർഷം ഷോഡശവർഷം തദ്വയ യസ്യ സ. ദുഗ്ധചക്ഷകം ദുഗ്ധപൂർണം ചക്ഷകം, പക്വമോജാബലം പക്വം ച തത്മോജാബലം ച. അന്വയം നോക്കാം. വാമഹസ്തേ ഇടത് കൈയിൽ, ദുഗ്ധചക്ഷകം പാൽപാത്രവും, ഇടത് കൈയാട്ടോ വാമഹസ്തേ എന്ന് പറഞ്ഞാൽ ഇടതു കൈയിൽ, ദുഗ്ധചക്ഷകം പാൽപാത്രവും, ദക്ഷിണഹസ്തേ വലതു കൈയിൽ, പക്വമോജബലം ഏത്തപ്പഴം പാകമായ ഏത്തപ്പഴവും പിടിച്ച്, ധൃത്വ ക്ഷിപ്ര കുതൂകേന ജിജ്ഞാസയോടു കൂടിയിട്ട്, ആഗത വേഗത്തിൽ വന്ന, സബാല ആ പെൺകുട്ടി, ക ആരാണ്, കിമർത്ഥം എന്തിനു വേണ്ടിയാണ്, വിലപതി ഇതി വിലപിക്കുന്നത്,
ജ്ഞാതും എന്നറിയുവാനായിട്ട് അത്ര അവിടെ ബഹിർദ്വാരെ പുറത്തു വന്ന് അഭ്യാദിഷ്ടത് നിന്നു. താം ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ അവളെ കണ്ടിട്ട് ആഗതാ യുവതി വന്നവളായ യുവതി പുനരവദത് വീണ്ടും പറഞ്ഞു, ബോ ജാതേ അല്ലയോ കുഞ്ഞെ, മമ പുത്രോയം എൻ്റെ പുത്രനായ, അയം ഇവൻ, അസഹ്യമായ ക്ഷുധാരോദിതി വിശപ്പ് കൊണ്ട്, രോദിതി ക്ഷുധ എന്ന് പറഞ്ഞാൽ വിശപ്പ് കൊണ്ട്, രോദിതി കരയുന്നു. ഹ്യസ്തനെ രാത്രാവഭ ന കിഞ്ചിത് ഖാദത്. ഒന്നും തന്നെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അനക്ഷണേനാർത്ഥസ്യ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ദുഃഖിതനായ അർപ്പകസ്തസ്യേവ ഈ പുത്രൻ്റെ ലോലമിതം ലോലമായ ജിഹാഗ്രം നാവിൻ തുമ്പ്, ഈ നാവിൻ തുമ്പ്, കമലദളം താമര ഇതള്, ഗ്രീഷ്മതാപം വേനൽക്കാലത്തെ വെയിലേറ്റതുപോലെ, പുനഃ പുനഃ വീണ്ടും വീണ്ടും, പരിശുഷ്യതേ ഉണങ്ങുന്നു, തന്നിവാരയതും അതില്ലാതാക്കുവാനായി, കിമപി ഒന്നും തന്നെ, കർത്തും ന ശക്യത ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മയ ദരിദ്രയ എൻ്റെ ദാരിദ്ര്യത്താൽ, അസ്യ അവൻ്റെ, ക്ഷുധാ തൃസ്യാർത്ഥം വിശപ്പ് മാറ്റുന്നതിനായി, കിഞ്ചിതന്നം ദേഹി അല്പം ആഹാരം ദേഹി നൽകിയാലും, അഥവാ അല്ലെങ്കിൽ, രസനാമാർത്ഥയിതും നാവു നനയ്ക്കുന്നതിന്, ലേശം നീരം ദേഹി അല്പം ജലം നൽകിയാലും, തയോർ ഏതത് ഭാഷണം ശ്രുത്വ ഇവരിരുവരുടെയും എന്നുവെച്ചാൽ ഈ സ്ത്രീയുടെയും കുട്ടിയുടെയും സംഭാഷണം ശ്രുത്വ സംഭാഷണം കേട്ടിട്ട്, ബഹിരാഗത പുറത്തേക്ക് വന്ന, ഗൃഹനായിക ബാലകസ്യ ദുദർശാം ബാലകൻ്റെ ഈ ദയനീയാവസ്ഥ അവഗമ്യ മനസ്സിലാക്കിയിട്ട്, തരളിത ഹൃദയ അലിഞ്ഞ ഹൃദയത്തോടു കൂടിയവളും, വിവേകശാലിനിയായി ചാഭവത് ആയി തീർന്നു എന്നർത്ഥം. സാബി അവളും. അടുത്ത ശ്ലോകം നോക്കാം. മാതൃവാത്സല്യ പീയൂഷവർഷണേന കൃപാമയി സിക്ത്വാ സപുത്രം യുവതി ക്ഷണാദപ്യാനയത് ഗൃഹം. പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃത്, സിക്ത്വ എന്ന് പറഞ്ഞാൽ നനച്ചിത്ത്, ക്ഷണാദ പെട്ടെന്ന്, അനയത് നയിച്ചു എന്നുവെച്ചാൽ കൂട്ടിക്കൊണ്ടു പോകുന്നു, അസഹ്യം സഹിക്കാൻ കഴിയാത്ത, അനശനേന ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, അർഭകഃ പുത്രൻ, ജിഹ്വ നാവ്, ഗ്രീഷ്മതാപം വേനൽക്കാലത്തെ വെയില്, രസ്ന എന്ന് പറഞ്ഞ നാവ്. അപ്പോൾ ഇതിൻ്റെ പദച്ഛേദം നോക്കാം. പുനരവദത് പുനഃ അവദത്, പുത്രോയം പുത്രഃ അയം, രാത്രാവപി രാത്രോ അപി, കിഞ്ചിത് ഖാദത് കിഞ്ചിത് അഖാദത്, അർപ്പകസ്യ ഏതസ്യ തന്നിവാരയത് തത് നിവാരയതും, കിഞ്ചിത് അന്നം കിഞ്ചിത് അന്നം, ച ഭവത് ച അധികം അഭവത്, തയോരേതത് ഭാഷണം തയോः ഏതത് ഭാഷണം, ക്ഷണാദഭ്യനയ അനയത് ഗൃഹം എന്നാണ്. അപ്പം ക്ഷണാദഭ്യന അനയത് ഗൃഹം, ക്ഷണാത് അഭി അനയത് ഗൃഹം.
അടുത്ത വിഗ്രഹം അസഖ്യ ഷോഡും ശക്യ സഖ്യ ന സഖ്യ അസഖ്യ തയാ. അനശനേന ന അശനം അനശനം തേന ജിഹ്വാഗ്രം ജിഹ്വായാഹ അഗ്രം. ശുദ്ധാതൃപ്ത്യർത്ഥം എന്താണ്? ശുദ്ധയാ തൃപ്തി, ശുദ്ധാതൃപ്ത്യർത്ഥം എന്നാണ് കേട്ടോ. ശുദ്ധാതൃപ്ത്യർത്ഥം ശുദ്ധയാ തൃപ്തി ശുദ്ധാതൃപ്തി തദർത്ഥം. ശുദ്ധാതൃപ്ത്യർത്ഥം 1-2 തവണ വായിച്ചാൽ ഇത് കിട്ടാവുന്നതാണ്. ശുദ്ധാതൃപ്ത്യർത്ഥം. ഗൃഹനായിക ഗൃഹസ്യ നായിക യാസ. തരളിത ഹൃദയ തരളിതം ഹൃദയം യസ്യാസ. വിവേകശാലിനി വിവേകേന ശാലതേ യാസ. ഒന്നുകൂടി പറയാം. വിവേകശാലിനി എന്നാണ് വാക്ക്. വിവേകേന ശാലതേ യാസ. മാതൃവാത്സല്യ പീയൂഷവർഷണേന മാതുഃ വാത്സല്യം. മാതൃവാത്സല്യം തദേവ പീയൂഷം തസ്യ വർഷണേന. സപുത്രാം പുത്രേണ സഹ വർത്തതേ യാസ സപുത്ര താം. അന്യെ നോക്കാം. കൃപാമയി കൃപാമയി കൃപാമയിയായ അത്യധികം ദയോടു കൂടിയവളായ. സാം മാതൃവാത്സല്യ പീയൂഷവർഷണേന ആ കുടുംബിനി അകത്തുനിന്ന് വന്നല്ലോ, ആ കുടുംബിനി ആ ഗൃഹനായിക എന്നുള്ളതാണ്. മാതൃവാത്സല്യ പീയൂഷവർണ്ണനേന മാതൃവാത്സല്യമാകുന്ന അമർദു വർഷിച്ചുകൊണ്ട് സിക്ത്വ എന്ന് ഞാൻ പറഞ്ഞത് എന്താണ് വാക്ക്? നനച്ചിട്ട് ആ വാക്താണ്. സപുത്രാം ആ പുത്രനോടുകൂടി യുവതിയെ ക്ഷണാത് പെട്ടെന്ന് തന്നെ ഗൃഹത്തിലേക്ക് ഗൃഹം മനയത് കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് പറയുന്നത്. അസഖ്യ എന്താ പറയുന്നത്? അസഖ്യ ശുദ്ധയാ വിലബന്ധം തമർപ്പകം കമലോദരം. അസഖ്യ സഹിക്കാൻ കഴിയാത്ത ശുദ്ധയ വിശപ്പ് കൊണ്ട് വിലബന്ധം കരയുന്നവനായ അർഭകം ആ കുട്ടിയെ ആ പുത്രനെ കമലോധരി താമരപ്പൂവിനുള്ളിലെ ഹംസശിശുമിവ അരയുന്ന ശിശുവിനെ എന്ന പോലെ സ്വഹസ്തയോ ആ കുടുംബിനി ആ ഗൃഹനായിക എന്ത് ചെയ്തു? സ്വന്തം കയ്യിൽ ഏറ്റുവാങ്ങി എന്നാണ് അർത്ഥം. ശനാസ്വിജകാര ഏറ്റുവാങ്ങി, കയ്യിൽ ഏറ്റുവാങ്ങി. തദസ്തം അതിനുശേഷം പ്രഥമമേവ ആദ്യം തന്നെ പരിപാലിയ നല്ലവണ്ണം ലാളിച്ചിട്ട് അതീവ ശുഷ്കമഭി വളരെയധികം ഉണങ്ങിയതാണെങ്കിലും വിലോലം ലോലമായ എന്നുവെച്ചാൽ മൃദുവായ തസ്യ അവൻ്റെ ജിഹ്വാഗ്രം നാവിൻ തുമ്പിലേക്ക് ശീതലേന തണുത്ത ജലേന ജലം കൊണ്ട് ആർദ്ധയിതും നനയ്ക്കുവാൻ ആരംഭിച്ചു. ആർദ്ധയിതും ആരംഭത്തെ നനയ്ക്കുവാൻ ആരംഭിച്ചു. തദ്ദൃഷ്ട അത് കണ്ടിട്ട് ഹസ്തേനേകാന ഒരു കൈ കൊണ്ട് സ്വമാതരം സ്വന്തം മാതാവിനെ നിവാരയന്തി തടഞ്ഞിട്ട് സബാല ഏവം അവത് ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞേ നോക്കൂ. മാമാ ജലേന ജനനി പ്രദദാതു ശീഘ്രം ക്ഷീരം മദീയമധുന ചക്ഷകസ്ഥിതം തേ പീത്വാ ജവേന വിരലാഭ്യാനുജസ്യ ജിഹ്വാ പൂർവേവ വർഷതു സദാ രസതം സുവാണി. അർപ്പകഃ പുത്രൻ. ഉദരം എന്ന് പറഞ്ഞാൽ വയറ് എന്നാണ്. കമലോദരം താമരപ്പൂവിനുള്ളിലെ ഹംസം അരയണം ശുഷ്കം ഉണങ്ങിയ ആദ്രയിതും നനയ്ക്കുവാൻ മാമാ അരുത് അരുത് പ്രദദാതു കൊടുത്താലും ശീഘ്രം വേഗം ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് ജവേന വേഗത്തിൽ
വിരലം വരണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഉണങ്ങിക്കിടക്കുന്ന, രസതാം രസത്തോടു കൂടിയ, സുവാണി നല്ല വാക്ക്, മധുരതരമായ വാക്ക് എന്നാണ് സുവാണി എന്ന് പറഞ്ഞാൽ. പൂർവേവ മുമ്പത്തെ പോലെ. അപ്പോൾ അതിൻ്റെ പദച്ഛേദം നോക്കൂ. ഹസ്തേന ഐകേന, ഹസ്തേന അധികം ഏകേന, വിരലാഭ്യ അനുജസ്യ, വിരല അഭി അനുജസ്യ, പൂർവേവ പൂർവ ഇവ. വിഗ്രഹം നോക്കൂ. കമലോധരേ, കമലസ്യ ഉദരം തസ്മിൻ, രസദാം രസം ദദാതി ഇദിതാം, സുവാണി ശോഭന ച അസൗ വാണി ച സുവാണി താം. അങ്ങനെ നോക്കാം നമുക്ക്. ഹേ ജനനി, അല്ലയോ അമ്മേ, മാ അരുത് അരുത്, ജലേന ജലം നൽകരുത്, മധീയം ഇപ്പോൾ, അധുന എൻ്റെ, ചഷകസ്ഥിതം പാത്രത്തിലുള്ള, ക്ഷീരം തേ പാല്, തേ അവന്, ശീഘ്രം പ്രദദാതു വേഗം നൽകിയാലും, ജവേന പീതു പെട്ടെന്ന് ആ പാലെന്ത് ചെയ്തു, പെട്ടെന്ന്, ജവേന പെട്ടെന്ന്, പീത്തു കുടിച്ചിട്ട്, വിരലാഭി വറ്റി വരണ്ട, അനുജസ്യ അനുജൻ്റെ, ജിഹ്വ നാവ്, രസതാം പഴയതുപോലെ, രസത്തോടു കൂടിയ, സുവാണി രസത്തോടു കൂടിയ വാക്കിനെ, സദാ എപ്പോഴും, വർഷിക്കട്ടെ. എന്താണ് പറയുന്നത്? പാല് കുടിച്ചിട്ട് ക്ഷീണമാറിയ ബാലൻ മുമ്പത്തെ പോലെ തന്നെ മധുരമായി സംസാരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. അപ്പം അങ്ങനെ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഇതിനെല്ലാത്തിനും ഓരോരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിന്, ക്ലാസ്സസിന്, പിന്നെ പഠന പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ 9ലെ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജനുവരി 2-ാം തീയതി തൊട്ടിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കേരള സിലബസിലുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗപ്രദമാകുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഷോർട്സും ഇടുന്നുണ്ട് കേട്ടോ, അതും കൂടി നോക്കിപ്പോണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യുക. ഓക്കെ, അതും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.